രാമൻ വില്ല് കയ്യിലെടുത്തു, ഞാണ് കെട്ടി, അതിലൊരസ്ത്രം തൊടുത്തു. അദ്ദേഹം വില്ല് ആഞ്ഞു വലിച്ചു, ശരം വിട്ടു. ലക്ഷ്യം ഒരു സാലവൃക്ഷമായിരുന്നു. സ്വർണം കൊണ്ട് അഗ്രം കെട്ടി രാമബാണം മിന്നൽ പിണർ പോലെ അന്തരീക്ഷത്തിലൂടെ പാഞ്ഞു ചെന്ന് 7 സാലവൃക്ഷങ്ങളെ തുളച്ച് ഭൂമിയിൽ ചെന്ന് തറച്ചു. ഭൂമിയെ പിഴുത ശേഷം അത് രാമന്റെ ആവനാഴിയിൽ മടങ്ങി വന്ന് അവിടെ വിശ്രമം കൊള്ളുകയും ചെയ്തു. ആ അത്ഭുത വിദ്യ കണ്ട് അത്ഭുത സ്തബ്ധരായി തീർന്നു ആ 5 വാനരന്മാരും. ആവേശത്തള്ളലാൽ അവർ ആകാശത്തേക്ക് ചാടുവാനും തുടങ്ങി. സുഗ്രീവൻ ജയാഘോഷം മുഴക്കി. ബാലിയുടെ മരണം കട്ടായമെന്ന് അദ്ദേഹം പിന്നെയും പിന്നെയും പറഞ്ഞു. അദ്ദേഹത്തിന്റെ സംശയമെല്ലാം തീർന്നു കഴിഞ്ഞിരുന്നു. രാമന്റെ നേരെ വേണ്ടാത്തത് കാട്ടിയതിനെ പ്രായശ്ചിത്തമെന്നോണം അദ്ദേഹം ഇപ്പോൾ രാമനെ വാനോളം പുകഴ്ത്തുകയും ചെയ്തു. സുഗ്രീവന് ഇത് നിയന്ത്രണം വിട്ട നിലയിലായി. അദ്ദേഹം പറഞ്ഞു, രാമ, നമുക്കിനി സമയം കളയണ്ട. അങ്ങ് ഇന്ന് തന്നെ ബാലിയെ കൊല്ലണം. എൻ്റെ ഹൃദയത്തിൽ എത്രയോ കാലമായി തറച്ചു കിടക്കുന്ന മുള്ള് അങ്ങിപ്പോൾ നീക്കിത്തരണം. രാമൻ സുഗ്രീവനെ ആലിംഗനം ചെയ്തു. ലക്ഷ്മണന്റെ നേരെ നോക്കി ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നമുക്കിപ്പോൾ തന്നെ കിഷ്കിന്ധയിലേക്ക് പോകാം. സുഗ്രീവ, അങ്ങ് ആദ്യം നടക്കൂ. അങ്ങയോട് യുദ്ധം ചെയ്യുവാൻ ജ്യേഷ്ഠനെ പോരിന് വിളിക്കും. അവർ അതിവേഗം കിഷ്കിന്ധയിലേക്ക് പോയി. ഇടനിങ്ങിയ കാട്ടിൽ ചില വൃക്ഷങ്ങൾക്കിടയിൽ മറഞ്ഞുകൊണ്ട് രാമനും ലക്ഷ്മണനും കാത്തുനിന്നു. സുഗ്രീവൻ യുദ്ധത്തിനുള്ള വേഷങ്ങളോട് അണിഞ്ഞിരുന്നു. അദ്ദേഹം കിഷ്കിന്ധയുടെ കോട്ടവാതുക്കൽ ചെന്ന് നിന്ന് ഗംഭീരമായ ഒരു ഗർജനത്തോടെ ബാലിയെ പോരിന് വിളിച്ച്. ആദ്യം ബാലിക്കത് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. തന്നോട് യുദ്ധം ചെയ്യുവാനുള്ള ധൈര്യം തൻ്റെ അനുജന് എന്തെങ്കിലും ഉണ്ടാവുമെന്ന് അദ്ദേഹം ഒരിക്കലും വിചാരിച്ചേ ഉണ്ടാകില്ല. എന്നാൽ അയാൾ ഇതിൽ വന്നു നിൽക്കുന്നു. അയാൾ യുദ്ധം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് വ്യക്തം. ബാലി ആദ്യം ചിരിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ അത് പിന്നെ കോപമായി മാറി. ബാലി സ്വയം പറഞ്ഞു, ഈ സുഗ്രീവൻ എന്നെ പോരിന് വിളിക്കുവാൻ എങ്ങനെ ധൈര്യമുണ്ടായി? അയാൾക്ക് ഭ്രാന്തായോ? അല്പനേരത്തെ ചിന്തയ്ക്ക് ശേഷം അദ്ദേഹം തീർച്ചപ്പെടുത്തി, സുഗ്രീവനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന്. തന്നോട് പോർ വിളിക്കാൻ അയാൾക്ക് അഹങ്കാരമുണ്ടായിരിക്കുന്നു. ആ ഗർജനം ഒരു പോർവിളി തന്നെ. ബാലി നഗരത്തിന് പുറത്തു വന്നു. പശ്ചിമപർവ്വതത്തിൽ പ്രകാശിക്കുന്ന അസ്തമ സൂര്യനെ പോലെ തോന്നിച്ചു അദ്ദേഹം. ബാലി സുഗ്രീവന്റെ നേരെ പാഞ്ഞു ചെന്നു. 2 സഹോദരന്മാരും തമ്മിൽ ഘോരയുദ്ധം ആരംഭിച്ചു. സുഗ്രീവൻ നിസാരമായ യോദ്ധാവല്ലായിരുന്നു. ബാലിയാകട്ടെ തികച്ചും പ്രബലനായിരുന്നതാൻ. ദ്വന്ദ്ം ഭീകരമായി. 2 ഗ്രഹങ്ങളും ബുധനും അംഗകാരനും തമ്മിൽ അഭിമുഖീകരിക്കുന്നത് പോലെയായിരുന്നു അത്. സഹോദരന്മാർ അവരുടെ മുഷ്ടികൾ പ്രയോഗിച്ചു. അവ ഓരോന്നും ഇന്ദ്രന്റെ വജ്രം പോലെയായിരുന്നു. രാമൻ തന്റെ ധനുസിൽ ഒരു അസ്ത്രം കൊടുത്ത് 2 യോദ്ധാക്കളുടെ നേരെ തിരിച്ചു. പക്ഷെ അവർ 2 പേരും കാഴ്ചയിൽ ഒരുപോലെ ഇരുന്നതിനാൽ ആരാരെന്ന് അദ്ദേഹത്തിന് അറിയുവാൻ കഴിഞ്ഞില്ല. അവർ അശ്വനി ദേവതകളെ പോലെയായിരുന്നു. രാമൻ അവരെ തിരിച്ചറിഞ്ഞില്ല. തനിക്ക് ക്ഷീണം തട്ടുന്നുവെന്ന് സുഗ്രീവൻ കണ്ടു. ബാലി അദ്ദേഹത്തെ ദേഹ ആസകലം അടിച്ച് വേദനിപ്പിച്ചിരുന്നു. മുറിവുകളുടെ രക്തം ധാരധാരയായി ഒഴുകുവാൻ തുടങ്ങി. രാമനെ എങ്ങും കാണുന്നുമില്ല. സുഗ്രീവൻ തിരിഞ്ഞോടി. ബാലി അദ്ദേഹത്തെ പിന്തുടർന്നു. മതങ്കാശ്രമത്തിനടുത്തേക്ക് എത്തിയതോടെ ബാലിക്ക് നിൽക്കാതായ നിവൃത്തിയില്ലാതെയായി. ബാലി ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഇത്തവണ ജീവനോടെ രക്ഷപ്പെടുവാൻ നിനക്കൊത്ത് ഇനിയൊരിക്കൽ കുത്തുവാക്കും കൊണ്ട് എൻ്റെ അടുത്ത് വരേണ്ട, പൊയ്ക്കോളൂ. സുഗ്രീവൻ ഇരിക്കുന്നിടത്തേക്ക് രാമനും ലക്ഷ്മണനും ഹനുമാനും ചെന്നു. മുഖം താഴ്ത്തിപ്പിടിച്ചുകൊണ്ട് സുഗ്രീവൻ ദയനീയ സ്വരത്തിൽ പറഞ്ഞു, അങ്ങയുടെ വീര്യം അങ്ങനെ ബോധ്യപ്പെടുത്തി. ബാലിയെ ദ്വന്ദ്വയുദ്ധത്തിന് വിളിക്കാൻ എന്നോട് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ഞാനത് ചെയ്തപ്പോൾ എന്നെ അടിച്ച് ചതയ്ക്കുകയാണ് കണ്ടുകൊണ്ട് അങ്ങ് നോക്കി നിന്നതേയുള്ളൂ. അങ്ങ് ബാലിക്കൊത്തവനല്ല. എന്താണ് അതിന് കാരണം? ബാലിയെ കൊല്ലുവാൻ അങ്ങേക്ക് ഇഷ്ടമില്ലായിരുന്നുവെങ്കിൽ അത് ആദ്യമേ എന്നോട് പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ എൻ്റെ ജ്യേഷ്ഠനെ സമീപിക്കുകയില്ലായിരുന്നു. തല്ല് ചോദിച്ചു വാങ്ങില്ലായിരുന്നു. ഇപ്പോൾ എന്നെ ഒന്ന് നോക്കൂ. സുഗ്രീവൻ കരയാനുള്ള ഉറപ്പാടേ. രാമൻ പറഞ്ഞു, എന്നോട് കോപിക്കരുത്. ബാലിയെ കൊല്ലുവാൻ ഞാൻ തൊടുത്ത അസ്ത്രം അയക്കാഞ്ഞത് എന്തുകൊണ്ടാണെന്ന് കേൾക്കൂ. രൂപത്തിലും ഭാവത്തിലും മുഖത്തിലും അംഗങ്ങളും നടത്തിയാലും യുദ്ധരീതിയിലും നിങ്ങൾ തമ്മിൽ അത്രയ്ക്ക് ഐക്യരൂപമുള്ളതിനാൽ നിങ്ങൾ 2 പേരെയും തമ്മിൽ തിരിച്ചറിയുവാനാകില്ല എനിക്ക്. നിങ്ങളുടെ ശബ്ദങ്ങൾ പോലും ഒരുപോലെയായിരുന്നു. നിങ്ങൾ തമ്മിലുള്ള ഈ സാമ്യം കാരണം അസ്ത്രം വിടുവാൻ എനിക്ക് കഴിഞ്ഞില്ല. തെറ്റായ ആളിനെ കൊല്ലുവാൻ ഞാൻ ആഗ്രഹിച്ചില്ല. നമ്മൾ തമ്മിൽ വളർന്നു വന്ന സ്നേഹത്തെ മൈത്രിയെ നശിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചില്ല. ഒരു തെറ്റ് വരുത്തുവാൻ എനിക്ക് ധൈര്യം വന്നില്ല. എൻ്റെ അസ്ത്രം ലക്ഷ്യപ്പെട്ടവൻ്റെ ജീവനെ നശിപ്പിക്കാതെ ഒരിക്കലും മടങ്ങിയില്ല. അങ്ങയുടെ ജ്യേഷ്ഠന് പകരം അങ്ങയെയാണ് അത് അപായപ്പെടുത്തുന്നതെങ്കിൽ തിരുത്തുവാനാവാത്ത ഒരു തെറ്റാവും ഞാൻ ചെയ്തിരിക്കുക. ആത്മരക്ഷ അർത്ഥിച്ചു വന്നവനെ കൊല്ലുക എന്നത് ഏറ്റവും ഹീനകരമായ കുറ്റവുമാണ്. ഞാൻ മുൻപിൽ ആലോചിക്കാതെ ചെയ്തിരുന്നുവെങ്കിൽ അത് സംഭവിച്ചേനെ. വരൂ, ഈ മൗഢ്യം വിടൂ. വീണ്ടും യുദ്ധത്തിനൊരുങ്ങൂ. ബാലി മരിക്കുന്നത് അങ്ങ് തീർച്ചയായും കാണും. ലക്ഷ്മണ, ആ ഗജപുഷ്പി വരിച്ചെടുക്കൂ. അത് സുഗ്രീവന്റെ കഴുത്തിൽ അണിയിക്കും. ബാലി ആര് സുഗ്രീവൻ ആരെ എന്നറിയുവാൻ എനിക്ക് അപ്പോൾ സാധിക്കും. ലക്ഷ്മണൻ പുഷ്പിച്ചു നിൽക്കുന്ന ആ വള്ളിയെടുത്ത് മാലയുടെ ആകൃതിയിൽ പിരിച്ചുകെട്ടി സുഗ്രീവന്റെ കഴുത്തിലിട്ടു. രാമന്റെ വാക്കുകൾ നൽകിയ ഉടുപ്പിൽ സുഗ്രീവൻ വീണ്ടും കിഷ്കിന്ധയിലേക്ക് നടന്നു. രാമലക്ഷ്മണന്മാർ ഹനുമാനോടും കൂടി പിന്നെയുമാണ് നടന്നത്.
അവരുടെയും പിന്നിലായി മറ്റു 3 വാനരന്മാരും നളനും നീലനും സൈന്യാധിപനായ താരയനും ഉണ്ടായിരുന്നു. അവർ മുമ്പ് ഒളിച്ചിരുന്ന സ്ഥലത്തേക്ക് തന്നെ ചെന്നെത്തി. സുഗ്രീവൻ ഒരിക്കൽ കൂടി ബാലിയെ പോരിന് വിളിച്ചു. നഗര കവാടത്തിലേക്ക് പോകും മുമ്പ് രാമൻ ഒരിക്കൽ കൂടി ഉറപ്പ് നൽകിയിരുന്നു, ഇത്തവണ താൻ മാൽവിയെ തീർച്ചയായും കൊല്ലുമെന്ന്. ബാലി സുഗ്രീവന്റെ പോർവിളി കേട്ടു. സ്വാഭാവികമായി അദ്ദേഹം രോക്ഷാകുലനായി. തന്നെ വീണ്ടും വീണ്ടും പേരെടുത്ത് വിളിച്ചുകൊണ്ടിരുന്ന സുഗ്രീവന്റെ ഔദ്ധത്യം ബാലിക്ക് സഹിക്കാനായില്ല. അദ്ദേഹം ആസനത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് കാൽ നീട്ടി നീട്ടി വച്ചുകൊണ്ട് വിളി കേട്ട് ഇടത്തിലേക്ക് നടക്കുവാൻ തുടങ്ങി. ബാലിയുടെ പ്രിയപത്നിയും ബുദ്ധിമതിയുമായ താരയ്ക്ക് ആശങ്ക തോന്നി. അവൾ പറഞ്ഞു, പ്രഭു, അനുജനോടുള്ള ഈ അളവറ്റ കോപം ഉപേക്ഷിക്കൂ. ഇനി അങ്ങക്ക് അദ്ദേഹത്തോട് യുദ്ധം ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ അത് നാളെ ആവട്ടെ. ഈ ധൃതി പിടിച്ച പോക്ക് കണ്ടിട്ട് എനിക്കെന്തോ ഭയമാവുന്നു. അല്പം മുമ്പാണ് അദ്ദേഹം വന്നത്. നാളിതുവരെ ആയിട്ടില്ലാത്ത വിധം അങ്ങയോട് യുദ്ധം ചെയ്തത്. അദ്ദേഹത്തെ അങ്ങ് നല്ല ശിക്ഷ കൊടുത്ത് മടക്കി അയക്കുകയും ചെയ്തു. അദ്ദേഹം ഇതാ വീണ്ടും വന്നിരിക്കുന്നു. ഇതൊരത്ഭുതമാണ്. അതെന്നെ വിഷാദിപ്പിക്കുന്നത്. സുഗ്രീവൻ തൻ്റെ പെട്ടെന്നുണ്ടായ ധൈര്യത്തെ അങ്ങ് നിസാരമാക്കി കളയരുത്. അദ്ദേഹത്തെ സഹായിക്കുവാൻ ഒരു ബലവാനുണ്ടെന്ന് എന്തോ എന്നോട് പറയുന്നത് പോലെ. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് അങ്ങയെ നേരിടുവാൻ അദ്ദേഹത്തിന് ഒരിക്കലും ധൈര്യം വരില്ല. അദ്ദേഹം വളരെ കൗശലമുള്ളവനാണ്. ജയിക്കുമെന്ന് ഉറപ്പില്ലാത്ത അദ്ദേഹം വരില്ല. അംഗദൻ എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതെല്ലാം ഇപ്പോൾ എൻ്റെ മനസ്സിൽ വരികയാണ്. അവൻ കാട്ടിലേക്ക് പോയിരുന്നു. അപ്പോൾ ദശരഥപുത്രനായ രാമൻ, ലക്ഷ്മണൻ എന്ന 2 രാജകുമാരന്മാർ കാട്ടിലെത്തിയിരുന്നു. അവർ സുഗ്രീവനുമായി സഖ്യമായിരിക്കുന്നുവെന്നും പറയുകയുണ്ടായി. രാമൻ്റെ പിൻബലം കണ്ടപ്പോൾ സുഗ്രീവനെ എനിക്കെന്ന് തോന്നുന്നു. രാമൻ എത്ര വലിയ യോദ്ധാവാണെന്ന് എനിക്കറിയാം. അദ്ദേഹം അങ്ങേക്കെതിരായാൽ ആർക്കും തന്നെ അങ്ങയെ രക്ഷിക്കുവാനാവില്ല. സുഗ്രീവൻ അദ്ദേഹത്തെ അഭയം പ്രാപിച്ചിരിക്കണം. ആവശ്യപ്പെടുന്നവരെ സഹായിക്കൂ എന്നതിൽ രാമൻ പ്രസിദ്ധനാണ്. അദ്ദേഹം 3 ലോകങ്ങളിലും പ്രശസ്തനാണ്. അദ്ദേഹത്തിൻ്റെ ശൗര്യം അതുല്യമാണ്. അദ്ദേഹം തൻ്റെ ശത്രുക്കളെ നശിപ്പിക്കും. കോപം വന്നാൽ യുഗവാസത്തിലെത്തെ പോലെ കാലാഗ്നിയെ പോലെയാണ് അദ്ദേഹം. നിസ്സഹായതയുടെ രക്ഷിതാവാണ് അദ്ദേഹം. അദ്ദേഹം സർവഗുണ സമ്പന്നനാണ്, ബുദ്ധിമാനാണ്. രാമനെ പ്രകോപിപ്പിക്കുന്നത് അനുചിതമായിരിക്കുമെന്ന് പേർ വിചാരിക്കുന്നു. ദയവായി ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ. അങ്ങിപ്പോൾ അനുജനോട് യുദ്ധം ചെയ്യരുത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തുമായി മൈത്രിയാവൂ. അദ്ദേഹത്തെ യുവരാജാവായി വാഴിക്കൂ. ഇപ്രകാരം ചെയ്താൽ അങ്ങക്ക് രാമന്റെ സ്നേഹം കൂടി സമ്പാദിക്കാം. ഈ വൈരബുദ്ധി വെടിയൂ. ഹൃദയത്തിൽ സ്നേഹത്തിന്റെ വിത്ത് വിതയ്ക്കൂ. അങ്ങയുടെ ഈ കലഹം വളരെയധികം നീണ്ടുപോയിരിക്കുന്നു. ഇപ്പോൾ അതിനൊരു പരിഹാരമുണ്ടാകണം. സുഗ്രീവൻ അങ്ങയുടെ സഹോദരനാണ്. അദ്ദേഹം വീരനുമാണ്. ഞാൻ പറയും പോലെ ചെയ്യുന്നത് അങ്ങേക്ക് നന്മയാണ്. എൻ്റെ ഉപദേശം സ്വീകരിക്കൂ. രാമനോട് ശത്രുത നേടിക്കൊണ്ട് വരരുത്. അങ്ങയുടെ ഭാവിയെപ്പറ്റി ഞാൻ യോഗാലുകുലയാണ്. ബാലി താരയുടെ ഉപദേശം ശ്രദ്ധിക്കുവാൻ കൂട്ടാക്കിയില്ല. സുഗ്രീവൻ തൻ്റെ സഹോദരനാണെന്ന് ചിന്തിക്കുവാൻ പോലും കഴിയാത്ത വിധം കുപിതനായിരുന്നു ബാലി. അദ്ദേഹം താരയെ നോക്കി പറഞ്ഞു, ആ ഭീരുവിൻ്റെ അഹങ്കാരം നിറഞ്ഞ പോർവിളി ഞാൻ എങ്ങനെ കേട്ടു നിൽക്കും? ഒരാൾ വന്ന് പോരിന് വിളിച്ചാൽ എന്നെപ്പോലൊരു വീരൻ അയാളോട് യുദ്ധം ചെയ്യാതെ ആ ശത്രുമിത്രവാദം കാണിക്കുന്നത് ഭൂഷണമാണോ? അങ്ങനെയായാൽ ഞാനൊരു ഭീരുവായി ഗണിക്കപ്പെടും. രാമനെ പറ്റിയുള്ള ഭവതിയുടെ ഭീതി വിഷാദവും വെറുതെയാണ്. ഞാനും രാമനെപ്പറ്റി കേട്ടിട്ടുണ്ട്. എന്നും ധർമ്മമാർഗം പിന്തുടരുന്നവനാണ് രാമൻ എന്ന പ്രസിദ്ധി. അദ്ദേഹം ഒരിക്കൽ പോലും ധർമ്മമാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടില്ല. അതിന് വിപരീതമായി അദ്ദേഹം പ്രവർത്തിക്കില്ല. അന്തഃപുരത്തിലേക്ക് പൊയ്ക്കുള്ളൂ താരേ. ഈ ധിക്കാരിയായ എൻ്റെ അനുജനെ ഒന്ന് ശിക്ഷിച്ചിട്ട് വേണം ഞാൻ ഭവതിയുടെ അടുത്തേക്ക് വന്നേക്കാം. നോക്കൂ, ഞാൻ അയാളെ ശിക്ഷിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. ഞാൻ അയാളെ കൊല്ലുകയില്ലെന്ന് ഉറപ്പിച്ചുള്ളൂ. എൻ്റെ മുഷ്ടി കൊണ്ട് കുറച്ചുകൂടി കിട്ടിയാൽ അവൻ ഓടിപ്പോയിക്കോളൂ. പിന്നീട് അയാൾ യുദ്ധം ചെയ്യുവാൻ ഉറപ്പായിട്ടും തിരിച്ചു വരില്ല. കണ്ണീരോട് കൂടിയാണ് താൻ ഭാര്യയെ ആലിംഗനം ചെയ്തത്. അദ്ദേഹത്തിൻ്റെ വിജയത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് അവൾ സാവധാനം അന്തഃപുരയിലേക്ക് തിരിഞ്ഞു നടന്നു എന്നതിനാൽ സ്വയം വലിച്ചു കൊണ്ടുപോയി എന്നതാവും ശരി. അവൾ കണ്ണിൽ നിന്നും മറയും വരെ ബാലി നോക്കി നിന്നു. അതിനുശേഷം സുഗ്രീവനോട് 2ാമത് യുദ്ധത്തിനായി പുറത്തു വന്നു. ബാലി പുറത്തു കിടന്ന് അനുജനെ കാണാനുണ്ടോ എന്ന് ചുറ്റും നോക്കി. സുഗ്രീവൻ അവിടെ തയ്യാറായി നിന്നിരുന്നു. അവർ ദ്വന്ദ്വയുദ്ധം ആരംഭിച്ചു. ഓരോരുത്തരും ഇതര മുഷ്ടിപ്രയോഗം ചെയ്തു. ബാലി തൻ മുഷ്ടിപ്രയോഗം തന്നെയാണ് ചെയ്തത്. സുഗ്രീവൻ ഒരു സാലവൃക്ഷം പുഴുകിയെടുത്ത് അതുകൊണ്ട് അടിക്കുകയും ചെയ്തു. 2 പേരും തമ്മിലുള്ള പോരാട്ടം ഭീമാകാരമായിരുന്നു. കുറച്ചു നേരത്തേക്ക് അവരുടെ ഞരക്കങ്ങളും ഗർജനങ്ങളും സീൽക്കാരങ്ങളും നെടുവീർപ്പുകളും മാത്രമേ കേൾക്കുവാനുണ്ടായിരുന്നുള്ളൂ. സുഗ്രീവന് ക്രമേണ ക്ഷീണം ബാധിച്ചു തുടങ്ങി. പോരാ, ക്ഷീണം പ്രത്യക്ഷമായി തുടങ്ങുന്നത് തന്നെയെന്ന് പറയാം. രാമൻ യുദ്ധഗതി നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. ഒരുപക്ഷെ സുഗ്രീവന് ബാലിയെ പരാജയപ്പെടുത്തുവാൻ കഴിഞ്ഞാലോ എന്ന് അദ്ദേഹം ആശിച്ചിരിക്കാം. രാമൻ വില്ലിടത്തെ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഞാനും വലിച്ചു കിട്ടിക്കഴിഞ്ഞിരുന്നു. സുഗ്രീവൻ ജയിക്കുവാനുള്ള ഭാവത്തിലല്ല എന്ന് രാമൻ ഇപ്പോൾ മനസ്സിലായി. എന്നാൽ തോൽവിക്കുള്ള പോക്കാണെന്നും കണ്ടു. രാമൻ താമസിയാതെ ആവനാഴിയിൽ നിന്നൊരു ശരമെടുത്തു. എന്നാൽ അദ്ദേഹം അത് ഉടൻ തൊടുക്കാതെ കുറെ നേരം കയ്യിൽ വെച്ചുകൊണ്ടേയിരുന്നു. രാമൻ ഈ ചെയ്യുവാൻ പുറവുന്ന പ്രവൃത്തി തൻ്റെ സൽപ്പേരിന് കളങ്കം ചാർത്തുമോ എന്നൊരുപക്ഷെ അദ്ദേഹം ചിന്തിച്ചിരിക്കാം. ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഞാണിൽ അസ്ത്രം തൊടുത്തു. ഞാൻ വലിച്ചു ബാലിയുടെ നേർക്ക് അസ്ത്രം അയക്കുകയും ചെയ്തു. ഞാണിൻ്റെ ഹുങ്കാരം ഭീകരമായിരുന്നു. പാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മിന്നർ പിളർ പോലെ
പാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മിന്നൽ പിണർ പോലെ തിളയ്ക്കുന്ന ആ അസ്ത്രങ്ങൾ ഇടിവേറ്റേറ്റതുപോലെ ബാലിയുടെ വശസ്സിൽ പ്രവേശിച്ച് അവിടെ തന്നെ നിലകൊണ്ടു. ബാലി നിറത്ത് മറിഞ്ഞു വീണു. ഇന്ദ്ര ഉത്സവത്തിനു ശേഷം അശ്വയുജ മാസത്തിലെ പൗർണമി ദിവസം ഇന്ദ്രധനുസ് ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെടുന്നത് പോലെ അദ്ദേഹം ഭൂമിയിൽ പതിച്ചു.